ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം രുചിയായിട്ടുള്ള ഒരു മുരിങ്ങക്കായ മസാലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 കറുവപ്പട്ട ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും അതേ കടായി തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് അല്പം പുളിവെള്ളമാണ്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി ഒഴിവാക്കരുത്. പുളിയാണ് ഇതിന് നമുക്ക് കുറച്ച് ടേസ്റ്റ് തരുന്നത്. അപ്പോൾ പുളി എന്തായാലും ഒഴിവാക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സായി കീട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒന്ന് നമ്മളെ മസാലയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്തേക്കും നമ്മളതിലേക്ക് നമ്മളെ മുരിങ്ങക്കായ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് ഞാനിത് നടുക്ക് കീറിയെന്നേ ഉള്ളൂ. കുറച്ച് വലിപ്പമുള്ള മുരിങ്ങക്കായ ആയതുകൊണ്ടാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന മുരിങ്ങക്കായൊക്കെ ഒന്ന് വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റൗവിലേക്ക് വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മുരിങ്ങക്കായ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.